ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന, അതായത് പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ പറയാനുള്ളൂ: നിങ്ങൾ തന്നെയാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ പ്രയാസങ്ങളെ ദുരിതങ്ങൾക്ക് കാരണം മറ്റുള്ള ആളുകളാണ്. അവൻ കാരണമാണ്, അവൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എനിക്കത് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും ടെൻഷനാണ്. എന്താണ് ഇതിന് കാരണം? കാരണം നമുക്ക് ഒറ്റ ഉത്തരമേ ഇതിന് പറയാനുള്ളൂ: നമ്മളെല്ലാവരും ഒരുപോലെയുള്ള ആളുകൾ തന്നെയാണ്, അല്ലേ? എല്ലാവരുടെ ഉള്ളിലും ഒരു പവർ തന്നെയാണുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ചില ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നു, മറ്റു ചില ആളുകൾ എപ്പോഴും ദുഃഖത്തോടെയും ദുരിതമനുഭവിച്ചും ജീവിക്കുന്നു? നമ്മൾ ജീവിച്ച സാഹചര്യം നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഏത് വീട്ടിലാണ് നിങ്ങൾ ജനിക്കുന്നത് എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഘടന തന്നെ രൂപപ്പെടുന്നത്. അവിടെ സന്തോഷമാണോ? സന്തോഷമാണെങ്കിൽ എന്നും നല്ല സന്തോഷത്തോടെയും നല്ല സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണോ നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക, അല്ലേ? മറിച്ച് ജീവിതാവസ്ഥ വളരെ ഖേദകരവും ദുരിതപൂർണമാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി നമ്മളും അതുപോലെയൊക്കെ ആയിത്തീരും. ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണം, അല്ലേ? എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടും സമാധാനമില്ലാതെയും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾക്കും അവർ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നമ്മളത് കേട്ടുകൊണ്ട് ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് എന്നെ വിലയില്ല, ഇങ്ങനെ വില കേടുവരുന്നത് മറ്റുള്ള ആളുകളുടെ വാക്കുകൾ കൊണ്ടായിരിക്കാം. സ്വയം വിമർശിച്ചുകൊണ്ടും സ്വയം സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടും ജീവിതത്തിനെ നമ്മൾ ഏറ്റവും ഭയാനകമായി കാണുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകണം എന്നേ ഉള്ളൂ. ജീവിതം ഹാപ്പിയായി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. മറ്റുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ. ചുറ്റുമുള്ള ആളുകൾ കുറ്റം പറയുകയോ എപ്പോഴും ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളവരോ ആയിക്കൊള്ളട്ടെ. ശാരീരികമായ ഉപദ്രവമല്ല ഞാൻ പറയുന്നത്, മാനസികമായ ഉപദ്രവം. ശാരീരികമായ ഒരു ഉപദ്രവം നമുക്ക് ഏൽക്കുകയാണെങ്കിൽ ആ സമയത്ത് കുറച്ച് വേദനയോടങ്ങ് കഴിയും. മാനസികമായ ഉപദ്രവമാണ് സഹിക്കാൻ പറ്റാത്തത്, അല്ലേ? ചില ആളുകൾ മനഃപൂർവ്വം ടോർച്ചറും ചെയ്യും. അതായത് ഇവർ പറയുന്ന പേരാണ് എനർജി ലോസേഴ്സ്. നമ്മുടെ എനർജിയെ ലൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഈ ഉപദ്രവം അവർ ചെയ്യുന്നത് അവർക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമായിരിക്കും. ഓക്കെ, നമ്മൾ ആണെങ്കിലോ നമ്മളെപ്പോഴും ആ വേദനയിൽ നമ്മളിങ്ങനെയാണ് സ്വയം വിധി എഴുതി ഈശ്വരനെ പഴിച്ചുകൊണ്ട് ജീവിക്കും. എനിക്കെന്താണ് ഇങ്ങനെ ഒരു വിധി? ഞാൻ ഇന്നും ഈ ഒരു നരകത്തിലെ വന്നു വിട്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ ചിന്ത എന്താവും? നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചിന്തയ്ക്ക് എനർജി ഉണ്ട്. നമ്മുടെ ഓരോ ചിന്തയ്ക്കും എനർജി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു കാര്യത്തെപ്പറ്റി നിരന്തരം ചിന്തിക്കുമ്പോൾ ആ കാര്യം അത് നല്ലതായാലും ചീത്തതായാലും അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. അതിനനുസരിച്ച് ആ ഒരു കാര്യം ജീവിതത്തിൽ നടക്കും. നിങ്ങളെന്നും മനഃപൂർവ്വം ചിന്തിക്കുക, ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എനിക്ക് സന്തോഷം വേണം, എൻ്റെ ലൈഫിൽ എനിക്ക് സന്തോഷം കൊണ്ടുവരണം, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്നൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക. പല പ്രാക്ടീസിലൂടെ നമ്മളുടെ ഈ ഒരു വിഷമഘട്ടം തരണം ചെയ്യാൻ സാധിക്കും. കാരണം പ്രപഞ്ചം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒന്നിനൊന്നോട് മാറ്റം ഒന്നിനുണ്ടാകുന്നുണ്ട്. എന്നും ഒരുപോലെയുള്ള ലൈഫ് സ്റ്റൈലല്ല നമുക്ക് ഉണ്ടാകുക. ഇന്ന് നമ്മൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് സന്തോഷിക്കാനുള്ള സമയം വരിക തന്നെ ചെയ്യും. അതുകൊണ്ട്
മനഃപൂർവ്വം സന്തോഷത്തെ തിരഞ്ഞെടുക്കുക. സ്വസ്ഥമായി ശാന്തമായി നിങ്ങളൊരിടത്തിരുന്ന് നിങ്ങളുടെ ലൈഫിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളെയും ഒന്ന് എഴുതുക. ആ വിഷമങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ആ കണ്ണുനീര് നിങ്ങൾ നോക്കണ്ട, കണ്ണുനീര് വരണമല്ലോ. കാരണം അത്രയും മുറിവുകൾ മനസ്സിലുണ്ടാവുമ്പോൾ സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഇരിക്കാൻ ആർക്കും കഴിയുകയില്ല. മുറിവുകളെ ഉണക്കണം. പകരം അവിടേക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നിറയ്ക്കണം. ലൈഫ് അടിപൊളിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഒരു കാര്യത്തിലേക്ക്, ആ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുത്ത് വിജയിക്കാൻ കഴിയണം. നമുക്ക് വേണ്ടത് അതാണ്. ഈ ലൈഫ് ടൈം കഴിയുന്നതിന് മുൻപേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഒരു പേപ്പറിൽ എഴുതുക. കണ്ണുനീര് വരട്ടെ. ആ പേപ്പറിൽ ചിലപ്പോൾ ഒരു പേപ്പർ മതിയാവില്ല, 2 പേപ്പർ മതിയാവില്ല, 3 പേപ്പർ മതിയാവില്ല. ഇങ്ങനെ എഴുതി ഈ പേപ്പർ ആരും കാണാതെ നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിച്ച് കളയുക. കാരണം നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഈ പേപ്പറിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞു. ഈ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെല്ലാ സങ്കടങ്ങളും നിങ്ങൾ ഈ പേപ്പറിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി അത് നിങ്ങളുടെ മനസ്സിലില്ല. അങ്ങനെ വേണം നിങ്ങൾ കരുതാൻ. കത്തിക്കാണുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ആശ്വാസം ലഭിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ആശ്വാസം ചില്ലറ എനർജിയൊന്നുമല്ല നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ചെയ്യുക. പല പല പ്രാക്ടീസിലൂടെയും പല പല ടെക്നിക്കുകളുടെയും ലോ ഓഫ് മാനിഫെസ്റ്റേഷനിലെ പല പല മെത്തേഡിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും. 21 ദിവസത്തെ ഫ്രീ ക്ലാസ് പ്രാക്ടീസും നിങ്ങൾക്കായി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫെബ്രുവരി 1 ആരംഭിക്കുന്നത്. തികച്ചും ഫ്രീ ആണ്. ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതകരമായ ചേഞ്ച് വരാൻ തുടങ്ങും. കണ്ണീരിൽ കുതിർന്ന ജീവിതം നമുക്കിനി സ്റ്റോപ്പ് ചെയ്യാം. അവിടെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമൃദ്ധിയുടെ നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്കേ സാധിക്കും. ചുറ്റിലുള്ളവർ ഉപദ്രവിക്കട്ടെ, എനർജി ലോസസ് ഉണ്ടെന്നിരിക്കട്ടെ, മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഈ എനർജി ലോസസിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ തന്നെ അവരുടെ മുഖം ഈ ചായങ്ങളൊക്കെ എടുത്തിട്ട്, അതായത് നമ്മൾ ഈ സർക്കസ് കൂടാരങ്ങളിലൊക്കെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. അവിടെ കോമാളികളില്ലേ, കോമാളികളെ മൂക്കിൻ്റെ മുകളിലൊക്കെ ഒരു ഉണ്ട അവസാനമൊക്കെ വെച്ചിട്ട് കണ്ണൊക്കെ നല്ലോണം എഴുതിയിട്ട് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും അല്ലേ? അതുപോലെ എനർജി ലോസേഴ്സിൻ്റെ മുഖത്ത് നമ്മൾ ചായം തേച്ച് കൊടുക്കുന്നതുമായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, എന്നിട്ട് അവർ ഈ നമ്മളെ എനർജി ലോസ് ചെയ്യാനായിട്ട് നമ്മളെങ്ങനെ കുത്തി മുറിവിൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കാണുമ്പോഴൊക്കെ ആ രൂപമായിരിക്കണം നിങ്ങൾ സങ്കല്പിക്കേണ്ടത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ ചിരി വരും. ഓക്കെ, അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ ഈ ഒരു മുഖം വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു കോമാളി എങ്ങനെയാണ് സർക്കസ് കൂടാരത്തിൽ നമ്മളെല്ലാം ചിരിപ്പിക്കും. ആ മുഖം കാണുമ്പോഴേ നമുക്ക് എന്ത് വരും? ചിരി വരും. അങ്ങനെയാണ് അവർ ആ മുഖത്തിൽ മേക്കപ്പ് ഇട്ടിരിക്കുന്നുണ്ടാവുക. ആ മേക്കപ്പ് നമ്മൾ നമ്മുടെ എനർജി ലോസസിന് നന്നായിട്ട് ചെയ്തു കൊടുത്ത ശേഷം നമ്മൾ അവരെ ആ രൂപത്തിൽ സങ്കല്പിക്കുക. പിന്നെ അവർ നമ്മളെ എന്ത് വേദനിപ്പിച്ചാലും എന്ത് പറയുകയാണെങ്കിലും നമുക്ക് ചിരിയേ വരുള്ളൂ. കാരണം അവരെന്തോ ഇരുന്ന് പറയുന്നു, എന്തൊക്കെയോ അസംബന്ധങ്ങൾ വിളിച്ചു വരുന്നു, നമ്മളെ ബാധിക്കുക, നമുക്ക് ചിരി വരും. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. അവരെ കാണുമ്പോഴൊക്കെ ആ ഒരു മുഖഭാവം അവർക്കുള്ളതായിട്ട് ക്രിയേറ്റ് ചെയ്യുക, സങ്കല്പിക്കുക. അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാത്ത ആളുകളുണ്ടാവും. നിങ്ങൾ എത്ര നന്നായി പെരുമാറിയാലും സ്നേഹം കാണിക്കാത്ത അവർക്കും ഈ ഒരു ഫേസ് കട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഓൾറെഡി എന്താ സംഭവിക്കുക? നമുക്ക് അവരോട് ഒന്നും തോന്നില്ല അല്ലേ? ചിരിയെ വരും. കോമാളിയെ പോലെ നമ്മളവരെ കാണുക ചെയ്യുന്നത്.
ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവർക്ക് എതിരായി പറയുകയോ കുറ്റം പറയുകയോ അവരോട് ദേഷ്യം, വെറുപ്പ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഉള്ളിൽ വെക്കുകയോ ചെയ്താൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ 21 ദിവസത്തെ ഫ്രീ മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രാക്ടീസുകൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.